LHN വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു മേളയെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സോൺപൂർ മേള, അതായത് ആനകളെ വരെ വാങ്ങാൻ കിട്ടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേള, അതിനെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്ന വാർഷിക ആഘോഷമാണ് സോൺപൂർ മേള. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേളയാണ് സോൺപൂർ മേള. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആനയെ വാങ്ങാൻ അവസരം കിട്ടുന്ന ഏക സ്ഥലം കൂടിയാണ് സോൺപൂർ മേള. അതുകൊണ്ട് തന്നെ ആനച്ചന്ത എന്നും ഈ മേളക്ക് പേരുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന പല ആനകളും ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും എത്തിയവയാണ്. ആന മാത്രമല്ല, പ്രാവും പൂച്ചയും പട്ടിയും തുടങ്ങി കുതിര, പശു, കഴുത വരെയുണ്ട് ഈ മൃഗവിപണന മേളയിൽ. നവംബർ മാസത്തിലാണ് ഈ മേള നടത്തുന്നത്. 3 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് സോൺപൂർ മേള. ബീഹാറിലെ സോൺപൂർ എന്ന സ്ഥലത്ത് ഗംഗാനദിയുടെ തീരത്താണ് ഈ വിപുലമായ വിപണന മേള നടക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ പൗർണമി നാളിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. സീതാദേവിയെ ശ്രീരാമൻ വിവാഹം ചെയ്ത സ്ഥലമാണ് ഇവിടം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മീയ മേള കൂടിയായി കാണുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി ആളുകൾ ഈ മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. ഇവിടെ നിന്ന് വന്യമൃഗങ്ങളെയും മറ്റും സ്വന്തമാക്കി മടങ്ങുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ മൃഗങ്ങളെ കൊണ്ടുവന്ന് മഹാമേള ഒരുക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൻ്റെ ഭാഗമായി സംഘടനകൾ ഇടപെട്ടതോടെയാണ് ബീഹാർ സർക്കാർ ആനച്ചന്തയും വിൽപ്പനയും നിരോധിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഒരു മഹാ ഉത്സവം കേട്ടുകേൾവി മാത്രമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം.